നമ്മൾ ഉം. ചെയ്യുന്ന സർവീസുകളെ കുറിച്ച് ചെറിയ ഡീറ്റെയിൽ ഞാൻ വോയിസ് ആയിട്ട് തന്നിരുന്നു. എന്ത് ആ, ഉം. വേണ്ടിയിട്ടായിരുന്നു, എന്തിനായിരുന്നു കണക്ട് ചെയ്തിരുന്നത്, എന്ത് സർവീസാണ് ഞങ്ങളെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നന്നായിരുന്നു. മെയിനായിട്ട് ഞാനിപ്പം ജസ്റ്റ് സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ ഇത് എങ്ങനെ സെല്ല് ചെയ്യണം അതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. ആൻഡ് ഈ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതും, പിന്നെ ഞാൻ ലിസ്റ്റ് ചെയ്ത് സാധനം ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ലിസ്റ്റിംഗ് ഈസ് പെൻഡിങ് എന്നും പറഞ്ഞ കാണിക്കുന്നേ. അപ്പം അതെങ്ങനെ ക്ലിയർ ചെയ്യണം അങ്ങനെ ഇതൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ ഫസ്റ്റ് ടൈം ആണ്, അപ്പൊ അത് കാരണം ഒരു അസിസ്റ്റൻസ് കിട്ടിയ കൊള്ളാമെന്ന് വിചാരിച്ചു. അതാ ഞാൻ പിന്നെ. ഓക്കെ, ഗുഡ്. രണ്ട് കാര്യത്തിലാണ് നമ്മൾ ഇതിലെത്തുന്നത്. ഒന്നാമത്തത്, നമുക്ക് ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. ഉം. ബേസിക് ആയിട്ടുള്ള കോഴ്സാണ്. L0 ആണ് കോഴ്സിന്റെ ഉം. പേര്. L0 ആമസോൺ ബേസിക് പ്രോഗ്രാം. അതിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം, എങ്ങനെയാണ് അത് ഓർഡർ വരുത്തിക്കാം, എങ്ങനെയാണ് ഹൈ ക്വാളിറ്റി സെർച്ചിൽ എങ്ങനെ എത്തിക്കാം, SEO ലെവൽക്കുള്ളത് കീവേഡ്സ് ഒക്കെ എങ്ങനെ ഫൈൻഡ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കവർ ആവുന്നുണ്ട്. അത് ബേസിക് ആണ്, ഓക്കെ. ആമസോണിന്റെ ബേസിക് പ്രോഗ്രാം. അതിനുശേഷം വരുന്നത് അതിന്റെ അഡ്വാൻസ് പ്രോഗ്രാം ഉണ്ട്, ബട്ട് റിലീസ് ആയിട്ടില്ല. അഡ്വാൻസ് പ്രോഗ്രാമിൽ ഓക്കെ. വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ FBA ഒക്കെ അയക്കാം, എങ്ങനെയാണ് അത് കുറച്ചുകൂടി നല്ല രൂപത്തിലേക്ക് സെയിൽസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തതിന് പകരം, ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ വലിയൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പകരം ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് ആണ്. അതായത് ബേസിക് എങ്ങനെയാണ് സ്റ്റാറിങ് പിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. രണ്ടാമത്തത് അക്കൗണ്ട് മാനേജിങ് ആണ്. അത് ബിസിനസ് ആണ്. ഓൾറെഡി ബിസിനസ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ നല്ല സെയിൽ ആദ്യം തന്നെ വേണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അക്കൗണ്ട് മാനേജിങ് സപ്പോർട്ട്. അതിന് വേറൊരു ചാർജാണ് മന്ത്ലി വരിക. കോഴ്സിന് ലൈഫ് ടൈം വാലിഡിറ്റി കൂടിയുള്ള ഒരു കോഴ്സാണ്. വേറെ ചാർജസും കാര്യങ്ങളൊന്നുമില്ല. വൺ ടൈം ആണ് ഫീ വരുന്നത്. ഇതാണ് രണ്ട് കാര്യം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ ഓൾറെഡി ലൈസൻസ് ഉണ്ടോ, ബിസിനസ് ഉണ്ട് ഉണ്ട്, ആണോ ലൈസൻസ് ചെയ്യുന്നത്? എല്ലാം ഉണ്ട്. ലൈസൻസും. ട്രേഡ് ലൈസൻസും കാര്യങ്ങളും എടുത്തായിരുന്നു നമ്മള്. ഓക്കെ, ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതിൽ ഏതാണ് ഉദ്ദേശിക്കുന്നത്? കോഴ്സ് സ്വന്തമായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകണം അതാണോ, അതല്ല അതിന് സമയമില്ല, എനിക്ക് സെയിൽസിനാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിപ്പം അക്കൗണ്ട് മാനേജ് ചെയ്യാൻ ഫുൾ ടീം വേണം, അതാണോ ഉദ്ദേശിക്കുന്നത്? അക്കൗണ്ട് മാനേജ്മെന്റ് അത് എനിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഉം. ഞാൻ ചോദിക്കട്ടെ, ഓക്കെ, എത്ര പ്രൊഡക്റ്റ് കയ്യിലുണ്ട്? ഇപ്പം ജസ്റ്റ് ഞങ്ങളൊരു 4 5 പ്രൊഡക്ട്സ് എടുത്തിട്ടുള്ളൂ. എന്തായിരുന്നു അത്, എന്ത് ഐറ്റംസ് ആണ്? സ്റ്റേഷനറി ഐറ്റംസ് ആ കൂടുതൽ എടുത്തിരിക്കുന്നത്, പിന്നെ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള 2 ഐറ്റംസ്. ഓക്കെ. ലൈസൻസ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് അതിനകത്ത് ലൈസൻസിൽ? ഷാർജ ഫ്രീ സോൺ ഉണ്ടോ അത്? ടോയ്സിന്റെ ഉം. അജ്മാൻ ഫ്രീ സോൺ ആയിരുന്നു. ഓക്കെ, ആ, ടോയ്സ്, സ്റ്റേഷനറി അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇലക്ട്രോണിക്സ് അങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ശരി. ഞാൻ ചോദിക്കട്ടെ ഒരു ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് സ്റ്റേഷനറി ഫസ്റ്റ് ലിസ്റ്റിംഗിൽ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോണിക്സ് ടോയ്സ് ഒക്കെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ചോയ്സിൽ എന്റെ വരാൻ കൂടെ കാരണം? എന്റെ ചേട്ടൻ കൂടെ ഉണ്ട്. ഉം. ചേട്ടൻ ആക്ച്വലി കിഡ്സിന്റെ ടോയ്സിന്റെ പർച്ചേസറാ ശരി. വേർമാർട്ട് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ. അപ്പം ചേട്ടന്റെ കൂടെ ഞാൻ അങ്ങ് ചേർന്നതാ. അപ്പം പുള്ളിക്കാരൻ ഇതിൽ 10 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാ പുള്ളി എന്റെ അടുത്ത് ഈ ഫീൽഡ് ചൂസ് ചെയ്യാൻ പറഞ്ഞത്. അതാ ഞാൻ പിന്നെ ഇതെടുത്തത്. ശരിക്കും UAE മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ഈ കൊമേഴ്സ്. കാരണം ഏത് സാഹചര്യത്തിലും അത് ബിസിനസ് നടക്കും. ഓട്ടോമാറ്റിക് ബിസിനസിന്റെ ഓപ്ഷനൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മൾക്ക് വളരെ കുറഞ്ഞ സമയത്ത് എഫേർട്ട് ഇട്ടാൽ മതി, ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആമസോണിന്റെ വെയർ ഹൗസിൽ നിന്നും അതേപോലെ ഓട്ടോമേഷൻ സിസ്റ്റം ഒക്കെ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ബട്ട് ആദ്യം വേണ്ടത് ഒരു ക്ഷമയാണ്. കാരണം പുതിയ സെല്ലറാണ്. പുതിയ സെല്ലറാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരു കുറച്ച് സമയം എടുക്കും. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ടോയ്സിന്റെ സെക്ഷൻ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ. കാരണം കുറച്ചുകൂടി പ്രോഫിറ്റ് കിട്ടാതായിരിക്കും. സ്റ്റേഷനറി ഒക്കെ ആളുകൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, പർച്ചേസ് ചെയ്യേണ്ടതാണെങ്കിലും എന്തെങ്കിൽ തന്നെ ചെറിയ ചെറിയ എമൗണ്ട് കമ്മീഷൻ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടോയ്സിൽ ഏതെങ്കിലും കിഡ്സിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് സെലക്ട് ചെയ്യുക. ലേഡീസ് ആണ്, ഗേൾസ് ആണെങ്കിൽ ബോയ്സ് ആണെങ്കിൽ, അങ്ങനെ ഏത് ഏജ് ആണോ നോക്കുക, അതിൽ പ്രയോറിറ്റി കൊടുക്കുക. അത് ഫസ്റ്റ് ലിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ബാക്കി ബാക്കി ഓരോ സെക്ഷനായിട്ട് വരും. അതാകുമ്പോൾ നല്ല പ്രോഫിറ്റിലോട്ട് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. 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 അപ്പോൾ ഇപ്പം വേറെ അതിന്റെ ഇപ്പൊ ജ്യേഷ്ഠനും ഉണ്ട്,
അതുപോലെ ഇയാളാണ് ഉള്ളത് അല്ലേ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? അതെ അതെ, ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് ആക്ച്വലി. ഓക്കെ ഓക്കെ. അപ്പം ടോയ്സിന്റെ പുള്ളി ബിസിനസ് എനിക്ക് സ്റ്റാർട്ട്. സാധനം എടുത്തു തരും, ശരി ഞാനാണ് ശരി. മാനേജ് ചെയ്യുന്നത്. ഓക്കെ ഗുഡ്. അപ്പോൾ അക്കൗണ്ട് മാനേജ്മെന്റ് സർവീസിന് മന്ത്ലിയാണ് നമ്മൾ ചാർജ് വരുന്നത്. മന്ത്ലി ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉം. ആവശ്യമുള്ളത് പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് വേണം. അതുപോലെ അതിന്റെ നെയിം, പ്രൈസ്, മൂന്ന് പ്രൈസ് വരും. കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ്, മാക്സിമം പ്രൈസ്. കാരണം നമ്മൾ സെല്ല് ചെയ്യുന്നത് ഉം. മാക്സിമം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം മാക്സിമം പ്രൈസ് ഉം. വേണം. ഈ ഒരു മൂന്ന് പ്രൈസിന്റെ പ്രത്യേകത, ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ സെല്ല് ചെയ്യുന്നത് സെയിം പ്രൊഡക്റ്റ് വേറെ ആൾ സെല്ല് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് നമുക്ക് ഫൈറ്റ് ചെയ്യാനും കൂടിയിട്ടാണ് ഈ മൂന്ന് പ്രൈസ് വേണമെന്ന് പറയുന്നത്. നല്ല പ്രോഫിറ്റിൽ തന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ സെല്ല് ചെയ്യുക. പക്ഷെ ആദ്യം തന്നെ ചിലപ്പോൾ ചെറിയൊരു ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുക. ഓക്കെ, ഉം. ക്ലിയർ ആയോ? കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലേ? കോഴ്സിന്റെ അപ്പൊ എങ്ങനെയാ? ഓക്കെ, കോഴ്സ് വരുന്നത് എങ്ങനെയാണ് ആമസോണിൽ സെല്ല് ചെയ്യാം, എങ്ങനെയാണ് ഫോട്ടോസ് സെലക്ട് ചെയ്യാം, എങ്ങനെയാണ് പ്രൊഡക്റ്റ് ടൈറ്റിൽ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ബുള്ളറ്റ് പോയിന്റ് ഒക്കെ എങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ഫസ്റ്റ് റാങ്കിലോട്ട് പ്രൊഡക്റ്റ് എത്തിക്കാം എന്നുള്ളതാണ് കോഴ്സിൽ വരുന്നത്. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നോ? അക്കൗണ്ട് മാനേജ്മെന്റ് മാത്രമാണ് ഞാൻ നോക്കിയത്, കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ലേ. ഓക്കെ, ഞാൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എടുത്ത് തന്നിരുന്നു. വൺ സെക്കൻഡ്. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ആ ഓക്കെ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ സ്ക്രീൻ. കാണുന്നുണ്ട്. ഓക്കെ ഗുഡ്. ഇതാണ് കോഴ്സിന്റെ ഒരു പാത്ത് എന്ന് പറയുന്നത്. കോഴ്സിൽ ഓക്കെ. വരുന്നത് ആമസോൺ സെല്ലർ പ്രോഗ്രാമിന്റെ ഒരു ബേസിക് ഇങ്ങനെയാണ് ഫസ്റ്റ് വരിക. ഇതാണ് ഇൻട്രൊഡക്ഷൻ ബേസിക് ആമസോൺ സെല്ലിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ഏകദേശം വീഡിയോ കാണും. ഇതിൽ ആണ് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ള. ഇതൊരു 2 മിനിറ്റിന്റെ 1.5 മിനിറ്റ് ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു ഇൻട്രൊഡക്ഷന്. ഓക്കെ. അതിനുശേഷം ആമസോൺ സെല്ലിംഗ് മാസ്റ്റർ, ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം. മെയിൻ പ്രോഗ്രാം ഇതാണ്. ഓക്കെ. ഇത് ആമസോൺ വർക്ക് ഫ്ലോ ആണ് ഇത് വരിക. ആമസോൺ വർക്ക് ഫ്ലോ ഇതിൽ ആമസോൺ 4 മൊഡ്യൂളാണ് ഉള്ളത്. ഒന്ന് ആമസോൺ ഫൗണ്ടേഷന്, രണ്ടാമത്തത് ആമസോൺ പ്രൊഡക്റ്റ് സെറ്റപ്പ് ആൻഡ് ഒപ്റ്റിമൈസിങ്, മൂന്നാമത്തെ വരുന്നത് സെയിൽസ് ആൻഡ് പ്രൈസ് സ്ട്രാറ്റജി ഗ്രോത്ത്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ഓരോ ഓക്കെ. മൊഡ്യൂളിന്റെ അണ്ടറിലും അതിന്റെ ഡീറ്റെയിൽ വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷന്, ആമസോൺ വർക്ക് ഫ്ലോ, ഡാഷ്ബോർഡ്, നാവിഗേഷൻ, സെല്ലർ സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതാണ്. ഇതൊന്ന് കണ്ടു കഴിഞ്ഞിട്ടാണ് അടുത്ത കാണേണ്ടത്. അതിനുശേഷം അടുത്ത കാണും. അങ്ങനെ 1 2 3 ഈ ലെവലിലേക്കാണ് പോവേണ്ടത്. ഓക്കെ, ഓക്കെ. ഞാൻ പോകുമ്പോൾ ഇത് ഇവിടെ എത്തുമ്പോൾ ഏകദേശം എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷന് അല്ലെങ്കിൽ വർക്ക് ഫ്ലോന്റെ ഒരു വീഡിയോ ആണ് കാണുന്നതെങ്കിൽ അതിന്റെ 1 2 3 ആ ഒരു മൊഡ്യൂൾ അനുസരിച്ചാണ് അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. ഏകദേശം 2 3 മിനിറ്റാണ് ഓരോ വീഡിയോസും വരും. ആ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഓക്കെ. കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് ആമസോണിന്റെ വർക്ക് ഫ്ലോ. ഇതാണ് മെയിൻ പ്രോഗ്രാം. ഓക്കെ, അതിനുശേഷം ഓക്കെ. വരുന്നത് GTN, എങ്ങനെ ബ്രാൻഡ് അപ്രൂവൽ എങ്ങനെ കൊടുക്കാം, ഓർഡർ പ്രോസസ്സിംഗ് എങ്ങനെയാണ്, കമ്മീഷൻ അതോ ചാർജസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാം, ഇമേജ് എഡിറ്റിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, പ്രൈസ് ആൻഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് എങ്ങനെയാണ് അതിന്റെ ചെയ്യാം, ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്താണ്, അത് എങ്ങനെ ഫൈൻഡ് ചെയ്യാം,
അതുപോലെ ഇമേജസ്, വീഡിയോസ്, കാര്യം ഡൗൺലോഡിങ് ടൂൾസുകൾ, ചിലതിലൊക്കെ നമുക്ക് വീഡിയോസ് ഒക്കെ വേണ്ടി വരും. അപ്പം എങ്ങനെയാണ് ഇമേജ് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം, അതിന് ടൂളാണ്. വീഡിയോ എഡിറ്റിങ്ങിന്റെ ചെറിയായിട്ട് വരുന്നുണ്ട്, വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാം, ഫാസ്റ്റ് സ്റ്റൈൽ സെയിൽസ് സ്ട്രാറ്റജി, ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് സെയിൽസ് കണ്ടെത്താം എന്നുള്ള. പിന്നെ വൺ ടു വൺ ക്ലാരിറ്റി മീറ്റിംഗ്, അതുപോലെ പിന്നെ ഒരു വൺ ടു വൺ സെഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് ആമസോൺ സെല്ലിങ്ങിൽ വരുന്നത്. ഇതിൽ ഓരോ സമയത്തും ഓരോ സ്റ്റേജിനും ആക്ഷനുകൾ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഓരോ ആക്ഷൻ ടേക്ക് ഒക്കെ വരുന്നുണ്ട്. SEO കീവേഡ് റാങ്കിങ്ങിന്റെ അണ്ടറിലൊക്കെ ഒരു ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ എടുക്കാൻ ഓക്കെ. പറയുമ്പോൾ ഇവിടെ ഇത്രയും കമന്റുകൾ വന്നിട്ടുണ്ട്, കണ്ടോ മുകളിൽ ഇത്രയും കമന്റ്സുകൾ ഓക്കെ. വരുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും അവരെന്താ ചെയ്യുന്നത്, അവരെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇത് മുഹസിന എന്ന ആളാണ്, ഹൗസ് വൈഫാണ്. ഐ വാണ്ട് ടു ബി ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നാണ് അവർ കമന്റ് ചെയ്ത്, അവർക്ക് ആവശ്യമില്ലേ, അങ്ങനെ ഓരോ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. ഇത് ഹാരിസ് ആണ്, ഐ ഓക്കെ. ഹാവ് സ്റ്റാർട്ട് എ ഓൺലൈൻ ബ്രാൻഡ്, വെയിറ്റിംഗ് ഫോർ UAE ലൈസൻസ്. അങ്ങനെ ഓരോ സമയത്തും ഓരോ ഓരോ ചാപ്റ്ററിന്റെ അടിയിലും നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നത്. ഏകദേശം 53 റീഡ് ചെയ്യാത്ത മെസ്സേജ് ഉണ്ട്, തായോളുണ്ട്. ഏകദേശം 10ന്റെ മുകളിൽ ഇവിടെ ഇവിടെ ഇഷ്ടംപോലെ മെസ്സേജുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോ ഓക്കെ. ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ അവർ ആക്ഷൻ എടുക്കുന്നതാണ്. എന്ത് ബിസിനസ്സാണ്, ഓക്കെ. പെർഫ്യൂം ആണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഏൺ ഇൻകം ആണ്, ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ്, ഹോം ആക്സസറീസ് ആണ് സെല് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ആളുകളും പല പല കമന്റുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ദാ, നല്ലൊരു അഭിപ്രായം, വെരി യൂസ്ഫുൾ കോഴ്സ് ആണ്, താങ്ക് ഫോർ ഷഫീഖ് ആണ് വേറെ ഇബ്രാഹിം മെസ്സേജ് ചെയ്തിട്ടുണ്ട്. I am a sales എക്സിക്യൂട്ടീവ്, ഐ നീഡ് ടു സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഓക്കെ. ആക്ഷൻ. ഒരു നിങ്ങൾ വെറുതെ ഒരു കോഴ്സ് പഠിപ്പിക്കുകയല്ല, നിങ്ങൾ മാക്സിമം സെയിലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ആക്ഷന്റെ ഓരോ ആക്ഷനും എടുക്കുന്നതിലൂടെ വരുന്നത്. അപ്പൊ അതിനുശേഷം ഓക്കെ. ഇവിടെ ഒരു വേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഡാഷ്ബോർഡ്, ഫസ്റ്റ് ഓർഡർ വരുന്ന സമയത്ത് നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ 100% കമ്മിറ്റ്മെന്റ് വീഡിയോ അയക്കാണ്ടും. ഫസ്റ്റ് 10 സെയിൽ, ആദ്യത്തെ 10 ഓർഡർ കൗണ്ട് കാണുമല്ലോ മുകളിൽ 10 എന്നുള്ള, അങ്ങനെ 10 സെയിലിന്റെ ഓക്കെ. സ്ക്രീൻഷോട്ട് ഇതിൽ അയക്കുക. ആദ്യത്തെ 100 സെയിലിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക. ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതായത് മാക്സിമം സെയിലിലേക്ക് കൊണ്ടുവരാമെന്നാണ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആക്ഷൻ പ്ലാൻ, നിങ്ങൾ എന്തൊക്കെയാണ് ഓരോ ദിവസങ്ങൾ ചെയ്തതു, ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു ആക്ഷൻ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഫീസ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു VIP, രണ്ട് കമ്മ്യൂണിറ്റിയാണുള്ളത്. ഓക്കെ. ഒന്ന് വരുന്നത് ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. ഇതിലും കുറച്ച് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പോകാറുണ്ട്. ഇത് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രോഗ്രാമൊക്കെ ഉള്ള ഇതാണ് ഇത് വരുന്നത്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഒരു പെയ്ഡ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ L0 ബേസിക് ആണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കയറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇതായിട്ട് പോരും. ഒരു വേറൊരു VIP കമ്മ്യൂണിറ്റിക്ക്, നിങ്ങൾക്ക് പ്രൈവറ്റ് കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. അതിലിടക്ക് ഓരോ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാവാറുണ്ട്, ഓരോ ഇന്റേണൽ മീറ്റിംഗ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓക്കെ. ഒരു അപ്ഡേറ്റ് കൊടുത്താണ് എത്ര പേര് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഓൺ ഗോയിങ് ആണ്, സ്റ്റിൽ പ്രോസസ്സിംഗ് ആണ്, നീഡ് സപ്പോർട്ട്, എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതിൽ ടിക്ക് ഇടുമ്പോൾ ഞാൻ അവരെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യും. ഇതാണ് ഓക്കെ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം. അതായത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് പബ്ലിക് ഗ്രൂപ്പാണ്, അതിലും ഇവന്റുകൾ വരാറുണ്ട്. പിന്നെ ഒന്ന് പ്രൈവറ്റ് ഗ്രൂപ്പാണ്, അത് കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രമുള്ള ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് ഓക്കെ. മീറ്റിങ്ങുകളും ഇടയ്ക്ക് ഓരോരോ പ്രോഗ്രാമുകളൊക്കെ ഇതിനകത്ത് ഇന്റേണൽ പ്രോഗ്രാം വരുന്നുണ്ടാവും. ഓരോ പുതിയതായിട്ട് വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ ഇതിനകത്തായി കാരണം വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഓക്കെ. കോഴ്സിന്റെ സ്ട്രക്ചർ. ക്ലിയർ ആയെന്ന് സർ, വിചാരിക്കുന്നു. ഫീസ് ക്ലിയർ ആയി, ക്ലിയർ ആയി. ഫീസ് സ്ട്രക്ചറും കൂടെ ഒന്ന് പറയാം. ഫീസ് വരുന്നത് ലൈഫ് ടൈം വാലിഡിറ്റി ആണ് ഇതിന് വരുന്നത്. വേറെ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല, ബേസിക് പ്രോഗ്രാം ആണ്. നമുക്ക് 4 പ്രോഗ്രാമാണുള്ളത്. ഒന്ന് ബേസിക് ആയിട്ടുള്ളത്, ആമസോണിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് സെല് ചെയ്യാം എന്നുള്ളത്. രണ്ടാമത്തത് അഡ്വാൻസ് ആണ്, ആമസോൺ നൂണ് ഒക്കെ എങ്ങനെയാണ് ഡീപ്പായിട്ടുള്ള ലിസ്റ്റ് ചെയ്യാം, അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ്, FB എങ്ങനെയാണ്, ഇതൊക്കെയാണ് അഡ്വാൻസ് കോഴ്സ്. പിന്നെ പ്രീമിയം ലെവലിലേക്കുള്ളതാകുമ്പോൾ അതിൽ ഇനിയും കൂടും. അതായത് ആമസോൺ നൂണ്, ട്രെൻഡിയോള്, നെംഷി പോലെയുള്ള ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളും അതിനകത്ത് ഓപ്പൺ ആകും. അതാണ് L2, L0, L1, L2. പിന്നെയാണ് L3 വരുന്നത്, അത് അഡ്വാൻസ് ആണ്. അതായത് ബാക്കി ഏകദേശം 20ഓളം പ്ലാറ്റ്ഫോമുകളുണ്ട് ഇ കോമേഴ്സിന്റെ. മാസ്റ്റർ പ്രോഗ്രാമാണ്. ഇന്റർനാഷണൽ ലെവലിലേക്കും UAE, അതേപോലെ UAE-ന്ന് സൗദി, അതുപോലെയുള്ള UK, USA എങ്ങനെയാണ് പ്രൊഡക്റ്റ് സെല് ചെയ്യുക എന്നൊക്കെയുള്ള ഇത് ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള പ്രോഗ്രാമാണത്. അത് L3 ആണ് ഏറ്റവും ടോപ്പുള്ള. അപ്പോൾ അത് പഠിക്കാം, ബട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലൊന്നും ആരും ചെയ്യില്ല. അതുകൊണ്ടാണ്
ബേസിക് പ്രോഗ്രാം ഓപ്പൺ ചെയ്യുകയും അതിൽ നിന്ന് ഓർഡർ ഒരുപാട് ആളുകൾക്ക് ഓർഡർ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ഷെയർ ചെയ്തത് ഞാൻ ഒന്ന് കാണിക്കാം. അപ്പോ ഷഫീഖ് സാറെ ക്ലാസ് കേട്ടത് പ്രകാരം ഞാൻ ആമസോണിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. ലിസ്റ്റ് ചെയ്യാൻ പ്രൊഡക്റ്റ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ കേൾക്കുന്നുണ്ട് സർ. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ഇപ്പോഴും എൻ്റെ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. എനിക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഒന്നും ഇപ്പോഴും സെറ്റ് ആക്കില്ല. പക്ഷെ റാൻഡം ആയിട്ട് മാർക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു 4-5 പ്രൊഡക്റ്റ് ഞാൻ ലിസ്റ്റ് ചെയ്തു. ലിസ്റ്റ് ചെയ്തിട്ട് ഇമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. ആദ്യത്തെ ഒരാഴ്ച വെയിറ്റ് ചെയ്തപ്പോൾ ഒന്നും ആയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ചെറിയൊരു ആഡ് അതിലൊരു പ്രൊഡക്റ്റിന് റൺ ചെയ്തു. ഒരു ദിവസത്തെ അല്ല 2 ദിവസത്തെ ആഡ്. അത് റൺ ചെയ്തപ്പോൾ ആ പ്രൊഡക്റ്റിന് ഒരു ഓർഡർ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലോസും ചെയ്തു കേട്ടോ. ആഡ് ക്ലോസ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്നൊരു ഒരു ഇത് ഓർഡർ വന്നു. അതിൽ പ്രശ്നം എന്താ വെച്ചാൽ ആദ്യം എൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോൾ തകരാറാണ്. ആദ്യം ഞാൻ അഡ്രസ്സ് സെലക്ട് ചെയ്തത് എൻ്റെ അഡ്രസ്സ് സെലക്ട് ചെയ്തത് ഞാൻ പഴയ വീടിന്റെ അഡ്രസ്സായിരുന്നു. ഓക്കെ, ഇത് ഒരുപാടുണ്ട് മെസ്സേജുകൾ. പല ആളുകൾക്ക് ഞാൻ ചോദിക്കും എന്താണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഇല്ലാസ് അയച്ചു തന്നതാണ്. അവരും കോഴ്സ് എടുത്തത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള വേറെയും ഒരുപാടുണ്ട്. ഞാനിപ്പോൾ ഇതിലിങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് വേറെ ഇതൊരു ഫീഡ്ബാക്ക് നമ്മൾ ചോദിക്കുന്നതാണ്. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് നമ്മൾ ചോദിക്കും കോഴ്സിനെ കുറിച്ചുള്ള. അപ്പം അതിനെ ക്ലിയർ ആയിട്ട് പറയും. അതിനുശേഷം ഓർഡർ വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. ഫസ്റ്റ് ഓർഡർ വരുന്ന സമയത്ത് അപ്പോഴും ഒരു ഫീഡ്ബാക്ക്, ഒരു വീഡിയോ ഫീഡ്ബാക്ക് അയച്ചു തരിക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ആക്ഷനുകൾ എടുക്കുക. മാക്സിമം സെയിലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓരോ ആക്ഷനും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു തരുന്നുണ്ട്. ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം 6 മാസത്തിന് ശേഷം ഒരു ഓർഡർ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കംപ്ലീറ്റ് പ്രോഗ്രാം വരുന്നത്. ഓക്കെ, ഫീസിന്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല. ഓക്കെയാണ്. ഉം. ഞാൻ ബ്രദറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യാം സാറിന്. ഓക്കെ, കോഴ്സ് ആണോ അക്കൗണ്ട് മാനേജ്മെന്റ് ആണോ എന്ന് നോക്കി. ശരി. ഓക്കെ, താങ്ക് യു ക്ലാരിറ്റി സർ. ആയി എന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഇതിൽ കോഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അക്കൗണ്ട് മാനേജ്മെന്റ് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ക്ലാരിറ്റി അറിയേണ്ടതുണ്ടോ കൂടുതലായിട്ട്? ഞാൻ ഓൾറെഡി നൂൺ അക്കൗണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക് അല്ലല്ലോ, കുറച്ചുകൂടെ ബെറ്റർ അത് കഴിഞ്ഞിട്ടുള്ളതല്ലേ. ശരി, അപ്പം അത് നോക്കാൻ ഉള്ള രീതിയിലാണ്. ശരി. ഓക്കെ, ഇതായാലും ഒന്ന് കണക്ട് ചെയ്യും. ഓക്കെ. ഓക്കെ, താങ്ക് യു.